ഡോക്ടർ എൻ സുരേഷ് കുമാർ രചിച്ച സാംദേഗാങ് സ്മരണകൾ എന്ന മനോഹരമായ യാത്രാ വിവരണ ഗ്രന്ഥത്തിൻ്റെ പ്രകാശന ചടങ്ങിനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഈ പുസ്തക പ്രകാശന ചടങ്ങിന് അധ്യക്ഷം വഹിക്കേണ്ടിയിരുന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം സത്യൻ സാറിൻ്റെ അസാന്നിധ്യത്തിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടർ എൻ ജയകൃഷ്ണൻ സാറാണ് അധ്യക്ഷത വഹിക്കുന്നത്. സാറിനെ ഈ പരിപാടിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ ഈ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ നിയമസഭാ സ്പീക്കറായ ബഹുമാനപ്പെട്ട എൻ ഷംസീർ അവർകളാണ്. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പുസ്തകം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കോവൂർ കുഞ്ഞുമോൻ MLA സാന്നിധ്യത്തിൽ ഈ പുസ്തകം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് മുൻ ചീഫായ ഡോക്ടർ D പ്രശാന്താണ്. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് സംസ്ഥാന വനപരിപാലന കേന്ദ്രം ഡയറക്ടർ ആയ ശ്രീ ഡോണി വർഗീസ് IFS ആണ്. അദ്ദേഹത്തെയും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആശംസ അർപ്പിക്കുന്ന മറ്റൊരാൾ ഡയറ്റിലെ മുൻ പ്രിൻസിപ്പലും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുൻ റിസർച്ച് ഓഫീസറുമായ ഡോക്ടർ രാധാമണി MP ആണ്. അവരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തക രചയിതാവായ ഡോക്ടർ എൻ സുരേഷ് കുമാറാണ് മറുവാക്ക് പറയുന്നത്. അദ്ദേഹത്തെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഓഫീസറായ ശ്രീമതി അമ്പിളി TK ആണ്. അമ്പിളിയെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ N ജയകൃഷ്ണൻ സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇന്നത്തെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സ്പീക്കർ അഡ്വക്കേറ്റ് N ഷമീർ അവറുകൾ, ഇവിടെ പുസ്തകം സ്വീകരിക്കുന്ന ശ്രീ D പ്രശാന്ത്, രാധാമണി ടീച്ചർ, ഇതിൻ്റെ ഗ്രന്ഥകാരനായ സുരേഷ് കുമാർ, പ്രിയപ്പെട്ടവരെ, സത്യഭാഷ ഡയറക്ടർ അത്യാവശ്യം ഒരു മരണവുമായി ബന്ധപ്പെട്ട് യാത്ര പോയി. അപ്പോൾ ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിന് സമയത്ത് എത്താൻ കഴിയാത്തതിനാലാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. നമുക്ക് ആകെ 20 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. എൻ്റെ പുസ്തകത്തെക്കുറിച്ച് അധികം പറയാനുള്ള സമയമില്ല. നമ്മൾ മലയാളത്തിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് യാത്രാവിവരണ ഗ്രന്ഥങ്ങൾ ഇറക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നില്ല. യാത്രാവിവരണ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള പഠനം ഇറക്കിയിട്ടുണ്ട്, പക്ഷേ യാത്രാവിവരണങ്ങൾ നേരിട്ട് ചെയ്യുന്നൊരു പതിവ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൽ മാറി സാധാരണ രീതിയിൽ യാത്രാവിവരണ ഗ്രന്ഥങ്ങളെന്ന് പറയുമ്പോൾ നമ്മളൊരു യാത്ര പുറപ്പെടുന്നു, യാത്ര പോകുന്നു, അവിടുത്തെ പ്രകൃതി അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് തീർക്കുകയാണ് പതിവ്. SK പൊറ്റക്കാടിൻ്റെയൊക്കെ യാത്രാവിവരണങ്ങളൊക്കെ നമ്മൾ കണ്ട് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയ അധികം ഇല്ലെങ്കിൽ പോലും ഇറക്കിയിട്ടുള്ള ചുരുക്കം ചില യാത്രാവിവരണ ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരിതാണ് സുരേഷ് കുമാർ രചിച്ച സാംദേഗാങ് സ്മരണകൾ. ഈ പുസ്തകത്തെക്കുറിച്ച് ഭൂട്ടാൻ്റെ, നമുക്കറിയാൻ ഏറെക്കാലം രാജപദവിയിലിരുന്ന രാജഭരണത്തിലിരുന്ന ഭൂട്ടാൻ്റെ മലപ്പടക്കുകളിലുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകളും ഭൂട്ടാൻ്റെ വംശീയവും സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ മേഖലകളെക്കുറിച്ചുകൂടി വൈജ്ഞാനികപ്രദമായ രീതിയിൽ വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ഈ പുസ്തകത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ 1ാം പതിപ്പാണിത്. എനിക്ക് തോന്നുന്ന ഗ്രന്ഥകാരൻ തന്നെ ഇതിൻ്റെ വിൽപ്പനയിൽ ഞങ്ങളെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പലപ്പോഴായിട്ട് ഈ പുസ്തകങ്ങൾ വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ പുസ്തകം ഇവിടെ നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 50 മുതൽ 56 വരെയുള്ള സ്റ്റാളുകളിൽ ഇപ്പോൾ ലഭ്യമാണ്. ഞാൻ അധികം ദീർഘിക്കുന്നില്ല. സ്പീക്കർക്ക് വളരെ പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് ഈ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. പുസ്തക പ്രകാശനത്തിനായി ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ ഷംസീർ അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പുസ്തകം സ്വീകരിക്കാനായി മുൻ ചീഫ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ശ്രീ പ്രശാന്തിനെയും ക്ഷണിക്കുന്നു.
ഡോക്ടർ എൻ സുരേഷ് കുമാർ രചിച്ച സാംതേഗോഗ് സ്മരണകൾ എന്ന പുസ്തകം ഇവിടെ പ്രസാദനം ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പ്രസാധകർ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് ഡോക്ടർ സുരേഷ് കുമാർ ഒരു യാത്രാവിവരണമായി എഴുതിയ ഒരു പുസ്തകമാണ്. യാത്രാവിവരണങ്ങൾ പൊതുവിൽ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ പുസ്തകം ഭൂട്ടാനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ സംസ്കാരത്തെ, അവിടുത്തെ കലയെ, അവിടുത്തെ സ്വത്വബോധത്തെ എല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രകൃതി ഭക്ഷണ രീതിയെക്കുറിച്ച്, ബുദ്ധമത ആചാരങ്ങളെക്കുറിച്ച്, ആഘോഷങ്ങളെക്കുറിച്ച്, ഫ്രീ സെക്സിനെക്കുറിച്ച്, അവിടുത്തെ സാംസ്കാരിക പരിസരത്തെക്കുറിച്ച് ഇതെല്ലാം വളരെ കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു യാത്രാ വിവരണമാണ് ശ്രീ സുരേഷ് കുമാർ തൻ്റെ ഒരു പുസ്തകമായി ഇവിടെ പുറത്തിറക്കിയിട്ടുള്ളത്. അതുപോലെ ഈ പുസ്തകത്തിനകത്ത് പരാമർശിക്കുന്നത് മുതിർന്ന കുട്ടികൾ, ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാൻ കിട്ടിയ അവസരത്തെ ഒരു ഭാഗ്യമായി കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ പഠിപ്പിക്കാൻ കാണിക്കുന്ന ഒരു ഇൻട്രസ്റ്റിനെ കുറിച്ചുമെല്ലാം ഈ പുസ്തകം ഇവിടെ പരാമർശിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പുസ്തകം കൊണ്ട് ഒരു യാത്രാവിവരണം എങ്ങനെ മനോഹരമായി ഒരു ഗ്രന്ഥരൂപത്തിലാക്കാം എന്നതാണ് ശ്രീ സുരേഷ് കുമാർ ഇവിടെ പറയുന്നത്. യാത്രാവിവരണങ്ങൾ വളരെയധികം ഇഷ്ടമുള്ള ഒരു തലമുറയാണ് നമ്മുടെ തലമുറ. അതുമാത്രമല്ല, യാത്ര ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാ ആൾക്കാരും. ഇപ്പോൾ കേരളത്തിൽ സമീപകാലത്ത് ഏറ്റവും മികച്ച രീതിയിൽ ഒരു ബിസിനസ്സായി മാറിയിട്ടുള്ളത് ടൂറിസം സെക്ടറിനകത്തെ ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് ആണ്. ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് എന്ന് പറയുമ്പം യാത്രകൾ സംഘടിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഓരോ ദിവസവും ഓരോ കമ്പനികൾ ആരംഭിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം മലയാളി ഇഷ്ടപ്പെടുന്നത് യാത്ര പോകാനാണ്. അങ്ങനെ യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്നവർ അവർ ഓരോ സ്ഥലങ്ങളിൽ കണ്ട കാഴ്ചകൾ പുസ്തകങ്ങളായി നമുക്ക് അറിവ് പകരാൻ ഉൽപ്പാദിപ്പിക്കുമ്പം അത് ഇതൊന്നും കാണാൻ സാധിക്കാത്ത, എല്ലാവർക്കും എല്ലായ്പ്പോഴും യാത്ര പോകാൻ സാധിച്ചു എന്ന് വരില്ല. എല്ലാവർക്കും എല്ലായ്പ്പോഴും യാത്ര പോകാൻ സാധിച്ചില്ല എന്ന് വരുന്ന ഘട്ടത്തിൽ ഇത്തരം യാത്രാ വിവരണ അനുഭവങ്ങളെല്ലാം പൊതുവിൽ നമുക്ക് ഇവിടെ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പം ഒരു സംശയവും വേണ്ട, ഭൂട്ടാൻ കണ്ട ഒരു ഫീൽ നിങ്ങൾക്കുണ്ട്. ഭൂട്ടാനിലേക്ക് പോകാൻ നമ്മുടെ അയൽ രാജ്യമാണ്. ഭൂട്ടാൻ കണ്ട ഒരു ഫീൽ, അവിടുത്തെ മഞ്ഞുമലകളെക്കുറിച്ചും അവിടുത്തെ പ്രകൃതി ഭംഗിയെക്കുറിച്ചും അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ചും എല്ലാം ഇവിടെ പരാമർശിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു ഫീൽ നിങ്ങൾക്ക് ഈ ഗ്രന്ഥത്തിലൂടെ ലഭിക്കും എന്നാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. ഈ പുസ്തകം പ്രസാദനം ചെയ്തത് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥാപനവും പ്രസിദ്ധീകരണ മേഖലയിൽ വലിയ പങ്കും വഹിക്കുന്നൊരു സ്ഥാപനമാണ്. ആ നിലയിൽ ഈ ഗ്രന്ഥം, ഈ പുസ്തകം നിങ്ങൾ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ഡോക്ടർ സുരേഷ് കുമാറിൻ്റെ സാംതേഗോഗ് സ്മരണകൾ എന്ന പുസ്തകം നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി പ്രകാശനം ചെയ്തായി പ്രഖ്യാപിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പുസ്തക പരിചയം നിർവഹിക്കുന്നതിനായി പ്രശസ്ത എഴുത്തുകാരനും നിരൂപകനുമായ ശ്രീ രഘുനാഥൻ പറളിയെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഇവിടെ ഈ ചടങ്ങിൽ പുസ്തകം പ്രകാശനം നിർവഹിച്ച ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ ഷംസീർ അവർകൾ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ഗ്രന്ഥകർത്താവ് ശ്രീ സുരേഷ് കുമാർ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉപാധ്യക്ഷൻ, അതുപോലെ ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന അദ്ദേഹത്തെയും ഇവിടെ വേദിയിലുള്ള എല്ലാ പ്രിയമുള്ളവരെയും പ്രിയ ശ്രോതാക്കളെയും അഭിവാദ്യം ചെയ്യുന്നു. സാംതേഗോഗ് സ്മരണകൾ എന്ന് പറയുമ്പോൾ ആ കൃതിയുമായി ബന്ധപ്പെട്ട് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാവുന്നൊരു വിഷയമാണ്. പക്ഷെ അങ്ങനെ അത്രയും സമയ സംവിധാനത്തിലല്ല നമ്മളുള്ളത് എന്നതുകൊണ്ട് ഏതാനും വാക്കുകളിൽ ആ പുസ്തകത്തെക്കുറിച്ച് പറയാനേ ഞാൻ ശ്രമിക്കുന്നുള്ളൂ. ശ്രീ സുരേഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആത്മകഥയുടെ ഒരു അംശം
ഒരു ആത്മകഥാഖണ്ഡം, ഒരു ആത്മഖണ്ഡം തന്നെ എന്ന് വിളിക്കാവുന്ന ഒന്നാണ് സാംതേഗാങ് സ്മരണകൾ എന്ന് വളരെ പെട്ടെന്ന് പറയാൻ കഴിയും. 2.5 വർഷത്തോളം ഭൂട്ടാനിൽ ജീവിച്ച ഒരു മനുഷ്യൻ്റെ പുസ്തകത്തിന് ഇത്രയും ബൃഹത് സ്വഭാവം കൈവരിക്കാൻ കഴിയുന്നുവെങ്കിൽ ആ നാടുമായി, ആ ഭൂപ്രകൃതിയുമായി, ആ അവിടുത്തെ ഏകാന്തഗിരികളുമായി ഒക്കെ ഈ മനുഷ്യൻ നടത്തിയ സംവേദനത്തിൻ്റെ സ്പന്ദനങ്ങൾ എത്ര വലുതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കൃതി കൂടിയാണ് സാംതേഗാങ് സ്മരണകൾ. വാസ്തവത്തിൽ അതൊരു അനുഭവ സ്മരണകൾ മാത്രമായി നിലകൊള്ളുന്നില്ല. ഒരു ഘട്ടത്തിൽ ആഖ്യാതാവ് തന്നെ ഒരു കഥാപാത്രമായി മാറുന്നത് പോലെ നാം അനുഭവിക്കുന്നു. ഒരു ഫിക്ഷൻ്റെ സ്വഭാവം ഈ കൃതി പതുക്കെ കൈവരിക്കുന്നു. ഒരേ സമയം ആലോചിച്ച് നോക്കിയാൽ ഈ ഭൂട്ടാൻ്റെ കാര്യത്തിൽ ഒരു കൗതുകകരമായ ഒരു കാര്യം നാം പറയാറുണ്ട്. ഹിമാലയത്തിലെ മറച്ചു വയ്ക്കപ്പെട്ട രത്നം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഇടമാണ് ഭൂട്ടാൻ. മാത്രമല്ല മൊണാസ്ട്രിയുടെ കീഴിൽ വളരെ അവരുടേതായ സ്വകാര്യത വളരെ സൂക്ഷ്മമായി പരിപാലിച്ച ഒരു ജനത കൂടിയാണ്. 74-ലൊക്കെയാണ് പുറത്തുനിന്നുള്ള ആളുകൾക്ക് ആ രാജ്യത്തേക്ക് പ്രവേശനം പോലും ലഭിക്കുന്നുള്ളൂ എന്നുള്ള കൗതുകകരമായ കാര്യമുണ്ട്. പിന്നെ ഡെമോക്രാറ്റിക് മൊണാസ്ട്രി ആയിട്ടൊക്കെ അത് മാറുന്നത് 2008-ലാണ്. ശ്രീ സുരേഷ് കുമാർ അവിടെ എത്തുന്നത് അതും കഴിഞ്ഞ ഒരു 8 വർഷം കഴിയുമ്പോൾ 2015 മുതലുള്ള 17 വരെയുള്ള ഒരു 85 മുതൽ 87 വരെയുള്ള കാലഘട്ടം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ ആ ചുരുങ്ങിയ കാലത്ത് വരുന്ന എല്ലാ മാറ്റങ്ങളും, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഒരു വാർത്താവിനിമയ സംവിധാനമോ ദീർഘമായ പത്ര ഇടപെടലുകളോ ഫോണോ യാതൊരു സൗകര്യവുമില്ലാത്ത ഒരു ഇടത്തിലാണ് നമ്മൾ എത്തുന്നത് എന്നതാണ് അതിൻ്റെ പ്രധാനമായ പ്രത്യേകത. പക്ഷേ അപ്പോഴും ഈ സുരേഷ് കുമാറിനെ പോലെ ഒരാൾ ഒരു അധ്യാപകനായി അവിടെ പോകുന്നു. അവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും അവതരിപ്പിക്കുക മാത്രമല്ല, മറിച്ച് അവിടുത്തെ സാംസ്കാരിക ജീവിതവും അവിടുത്തെ മനുഷ്യരുമായി ബന്ധപ്പെട്ട എല്ലാ വിനിമയ മണ്ഡലങ്ങളും ഈ പുസ്തകത്തിൽ കടന്നു വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇടത്ത് ഒരാൾക്ക് അതിജീവിക്കൽ അത്ര എളുപ്പമല്ല. ആ ഭൂപ്രകൃതിയുമായി നാം താതാത്മ്യം പ്രാപിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ, അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. ആകെ റേഡിയോ മാത്രമാണ് മാധ്യമം എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. അതിപ്പോൾ BBC ആയാലും വോയിസ് ഓഫ് അമേരിക്ക ആയാലും റേഡിയോ ജർമ്മനിയോ റേഡിയോ ഓസ്ട്രേലിയയോ ഒക്കെ ആയാലും, അല്ലെങ്കിൽ നമ്മുടെ ആകാശവാണി, ഇങ്ങനെയുള്ള വാർത്താ തുരുത്തുകൾ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. ഒരു കത്തെഴുതിയാൽ 1 മാസം കഴിയും എത്താൻ മറുപടിക്കും എന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഒരു വശത്ത് ചുരുക്കി പറഞ്ഞാൽ ഏകാന്തത, തണുപ്പ്, അന്ധകാരം, അനിശ്ചിതത്വം ഇത് നിറഞ്ഞിരിക്കുന്ന ഒരിടത്താണ് ഈ പറഞ്ഞതുപോലെ ഭൂപ്രകൃതിയുമായി മാത്രമുള്ള നമ്മുടെ അവിടുത്തെ മനുഷ്യരുമായി നാം പിടിച്ചെടുക്കുന്ന രൂപപ്പെടുത്തുന്ന ഊഷ്മളമായ ബന്ധത്തിൻ്റെ മാത്രം പുറത്ത് ഒരു വിദേശിയായി ഉള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അതുപോലുള്ള നിരവധി മനുഷ്യർ ഒരു കാലത്ത് അതിജീവിക്കുന്നത്. അത് ആ അർത്ഥത്തിൽ മാത്രമല്ല, ഒന്നുകൂടി ചേർത്ത് പറഞ്ഞാൽ ചരിത്രം, രാഷ്ട്രീയം, മതം, വിദ്യാഭ്യാസം, കുടുംബം, ദേശീയത, വംശീയത, ഭാഷ, ഭക്ഷണം, വസ്ത്രം, ലൈംഗികത, എല്ലാറ്റിലുമുപരി വിശ്വാസം, ആത്മീയത എന്നിങ്ങനെ ഈ പുസ്തകം ഒരു സമഗ്രമായ അന്വേഷണവും സമഗ്രമായ ഒരു മനുഷ്യ ചിന്തയുടെയും അനുഭവങ്ങളുടെയും വലിയൊരു തുറസ്സും സൃഷ്ടിക്കുന്നു എന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോവലിനോട്, ഒരു ഫിക്ഷനോട് തോളുരുമ്മി നിൽക്കുന്ന വിധത്തിലുള്ളൊരു ആഖ്യാനം സുരേഷ് കുമാർ സാധിക്കുന്നു. ഭാഷയിലും അനുഭവങ്ങളുടെ സംഘർഷം ആവിഷ്കരിക്കുന്നതിലും അതിതീവ്രമായ സംഘർഷ ഇടങ്ങൾ ഇതിനകത്ത് കാണാം. കാരണം ഒരു പരിധിവരെ നമ്മളെല്ലാം GDP എന്ന് പറയുന്ന ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ആകെ ഉൽപ്പാദനത്തിൻ്റെ, ആഭ്യന്തര ഉൽപ്പാദനത്തിൽ നിന്നാണ് ഒരു രാജ്യത്തിൻ്റെ മേന്മയെക്കുറിച്ചോ അതിൻ്റെ പുരോഗതിയെക്കുറിച്ചോ പറയുമ്പോൾ ഭൂട്ടാൻ അവരുടെ നാഷണൽ ഹാപ്പിനെസ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഒരു തത്വചിന്താപരമായ സമീപനമാണ്. ഇത് പറയുമ്പോൾ പോലും ഏറ്റവും നിഷ്കളങ്കരായ ഈ മനുഷ്യർ മഞ്ഞിൻ്റെയും മലയുടെയും മക്കൾ എന്ന് ശ്രീ സുരേഷ് കുമാർ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഷാ താഴ്വരയിലുള്ള സാംതേഗാങ്ങിലുള്ള സ്കൂളിൽ പ്രവർത്തിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഈ പറഞ്ഞ എല്ലാ നിഗൂഢതകളുടെയും ഒരു അനാവരണം കൂടിയായി മാറുന്നു.
മൊണാസ്ട്രിയെക്കുറിച്ച് ഒരു വശത്ത് പറയുമ്പോൾ തന്നെ ഹെഡ് മാസ്റ്റർ ദോർജി എന്ന പ്രതീകം പോലെ ഏകാധിപത്യത്തിൻ്റെയും സർവാധിപത്യത്തിൻ്റെയും ദോർജി രൂപങ്ങൾ, ത്രിപാഠി രൂപങ്ങൾ ഈ കൃതി കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ പല പല തലങ്ങളിൽ, പല അടരുകളിൽ സമീപിക്കേണ്ട ഒരു പുസ്തകമാണ് ഇത്. അതുകൊണ്ട് ഈ പുസ്തകം വായിച്ചതിന് ശേഷമാണ് എനിക്ക് ഭൂട്ടാനിൽ പോകാൻ അവസരം കിട്ടുന്നത്. നമ്മളിപ്പോൾ നടത്തുന്നതൊക്കെ ടൂറാണ്. ഒരു 5 ദിവസത്തെ 10 ദിവസത്തെ പാക്കേജുകളിൽ കിട്ടുന്ന ജീവിതമല്ല സാംതേഗാങ് സ്മരണകളിലെ ഭൂട്ടാൻ സ്മരണകൾ ഉള്ളത് എന്നതുകൂടി നമ്മൾ അറിയണം. ഈ ഭൂട്ടാനെ ആഴത്തിൽ ആവിഷ്കരിക്കുമ്പോൾ അപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് അതിലൊരു അവതാരികയായി എഴുതിയ ശീർഷകം ഭൂട്ടാനിലെ വിധിയും നിധിയും എന്നതായിരുന്നു. വിധി എന്ന് പറയുന്നത് അവിടെ പോയി ജീവിക്കേണ്ടി വരുന്ന അതിൻ്റെ സ്ട്രഗിൾസ്, ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് വരുന്ന ഘടകങ്ങളെല്ലാം ആണെങ്കിൽ പോലും അതിലെ നിധിയായി തീരുന്നത് അവിടെ ഒരു സമത്വം നിറഞ്ഞ, സാമൂഹിക സുസ്ഥിതിയുള്ള ഒരു പുരോഗമനത്തിൻ്റെയും സാമ്പത്തികത്തിൻ്റെയും ഒരു സമദർശനം പാലിക്കാൻ ശ്രമിക്കുന്ന ഒരു ജനത. അതുപോലെ പരിസ്ഥിതി സംരക്ഷണത്തിൽ, അത് വെറുതെ പറയുന്ന വാക്കല്ല, ജീവവായുവിൽ പോലും പരിസ്ഥിതി സംരക്ഷണം നിലനിർത്തുന്ന ഒരു ജനത. സാംസ്കാരിക സംരക്ഷണത്തിനും പരിരക്ഷണത്തിനും വേണ്ടി ഏതളവ് വരെയും പോകും എന്നുറപ്പുള്ള ഒരു ജനത. ഭരണ നൈപുണിയും പൊതുഭരണത്തിൻ്റെ മേന്മയ്ക്കും വേണ്ടി ഏതളവിലും പരിശ്രമിക്കുന്നൊരു ജനത. ഇതെല്ലാം ചേരുന്ന ഒരു ഭൂട്ടാൻ കൂടിയുണ്ട് ഒപ്പം. ആ ഭൂട്ടാനാണ് അങ്ങനെ ഒരു ഭൂട്ടാനാണ് നിധിയായി തീരുന്നത്. ആ അനുഭവങ്ങളും അതിനെ സംബന്ധിച്ച അറിവുകളുമാണ് സത്യത്തിൽ ഭൂട്ടാനിൽ അദ്ദേഹം കണ്ടെത്തുന്ന നിധിയായി എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ അതിനെ വായിച്ചത്. എന്തായാലും അതുകൊണ്ട് നിങ്ങളെല്ലാവരും സാധ്യമാണെങ്കിൽ ഈ ഭൂട്ടാനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്ത് കണ്ടെത്താൻ കഴിയുന്ന ഭൂട്ടാനല്ല. ഈ ഭൂട്ടാനിലൂടെ ആന്തരികമായി തന്നെ സഞ്ചരിക്കേണ്ടതുണ്ട്. കഴിവതും ഈ പുസ്തകത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തർക്കും പോകാൻ കഴിയട്ടെ എന്നും, സാംതേഗാങ് സ്മരണകൾ വെറും സ്മരണകളല്ലെന്നും അത് സമഗ്ര സ്പർശിയായ മനുഷ്യൻ്റെയും ഭൂപ്രകൃതിയുടെയും സമഗ്രമായ ഒരു വായനയാണെന്നും കൂടി ചേർത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, സ്നേഹം. പ്രിയമുള്ളവരെ, അല്പം മുൻപ് നമ്മുടെ ആദരണീയനായ നിയമസഭാ സ്പീക്കർ ഡോക്ടർ എൻ സുരേഷ് കുമാറിൻ്റെ സാംതേഗാങ് സ്മരണകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് കഴിഞ്ഞതാണ്. ഡോക്ടർ സുരേഷ് കുമാർ എൻ്റെ ഒരു പ്രിയ സ്നേഹിതനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ദീർഘമായി സംസാരിക്കുന്നില്ല, പകരം 1-2 ആമുഖമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, സമയപരിമിതി ഉള്ളതുകൊണ്ട്. അദ്ദേഹം ഒരു പാക്കേജായിട്ട് എഴുതിയിട്ടുള്ള 3 പുസ്തകങ്ങളിൽ ഒന്നാണ് സാംതേഗാങ് സ്മരണകൾ. ഒരു പാക്കേജ് എന്ന് പറയുമ്പോൾ ഭൂട്ടാൻ എന്ന പ്രദേശത്ത് ഒരു 3 വർഷത്തോളം തുടർച്ചയായി ജീവിച്ച് അധ്യാപകനായി ജീവിച്ച് ജോലി ചെയ്ത അദ്ദേഹം മടങ്ങി വന്ന് ഭൂട്ടാനിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗം അത് അവിടെയുള്ള ഏതോ ഒരു പൈൻ മരത്തിൻ്റെ ശിഖരത്തിൽ കൊളുത്തിയിട്ടിട്ട് പോയിരുന്നു എന്നാണ് നമ്മുടെ പുസ്തകത്തിലെ തന്നെ നിരൂപകൻ തൊട്ട് മുൻപേ രഘുനാഥ് പലേരി പറഞ്ഞു വെച്ചത്. അദ്ദേഹം ഭൂട്ടാനിലേക്ക് നിരന്തരമായി യാത്ര ചെയ്തുകൊണ്ടിരുന്നു. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല, അങ്ങനെ നിരവധി തവണ ഓരോ പ്രാവശ്യവും ഭൂട്ടാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആരോടും പറയാതെ സ്വതന്ത്രമായി അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ഈ യാത്രകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം ഭൂട്ടാനിനെക്കുറിച്ച് എഴുതാൻ തുടങ്ങിയപ്പോഴാണ് അത് 3 പുസ്തകങ്ങളുടെ ഒരു പാക്കേജായി മാറുന്നത്. അതിൽ ആദ്യത്തേത് പ്രഭാത് ബുക്ക് ഹൗസാണ് പ്രസിദ്ധീകരിച്ചത്. പൈൻ മരങ്ങളുടെ ധ്യാനം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിവിടെ വാങ്ങാൻ കിട്ടും. പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ സ്റ്റോറിലുള്ള പുസ്തകമാണ്. അതിനുശേഷം വീണ്ടും അദ്ദേഹം നിരന്തരമായി ഭൂട്ടാനിലേക്ക് യാത്ര ചെയ്യുന്നതിനെ ചേർത്തുകൊണ്ട് 4 ഭൂട്ടാൻ യാത്രകൾ എന്ന് പറഞ്ഞ് മറ്റൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അത് രചന ബുക്സാണ്. അത് തൊട്ടപ്പുറത്തെ സ്റ്റാളിൽ ഇപ്പോൾ ലഭ്യമാണ്. പിന്നീടാണ് ഈ ഭൂട്ടാനിൽ ആദ്യകാലം അദ്ദേഹം ജീവിച്ച 3 വർഷത്തെ കഥകൾ ചേർത്തുകൊണ്ട് ഒരു പക്ഷേ വളരെ മനോഹരമായ നമ്മുടെ ഇതിൻ്റെ അവതാരിക എഴുതിയ രഘുനാഥൻ പറഞ്ഞതുപോലെ ഫിക്ഷനും നോൺ ഫിക്ഷനും തമ്മിലുള്ള, അല്ലെങ്കിൽ ഭാവനാത്മകം എന്ന് പറയുന്നതും ചരിത്രവും തമ്മിലുള്ള അതിർവരമ്പുകളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇത് വിവച്ഛേദിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ, അല്ലെങ്കിൽ ഒരു വായനക്കാരൻ ഇത് തമ്മിലുള്ള അന്തരം എന്താണ്, ഇത് സാഹിത്യമാണോ, ഇത് യാത്രാവിവരണമാണോ, ഇത് യാഥാർത്ഥ്യമാണോ അയഥാർത്ഥ്യമാണോ, കഥാപാത്രങ്ങളാണോ വെറും വിവരണങ്ങളാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ അതിമനോഹരമായ ഭാഷയിൽ എഴുതി പൂർത്തിയാക്കിയ പുസ്തകമാണ് ഈ സാംതേഗാങ് സ്മരണകൾ. അപ്പം ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ നമ്മുടെ അടുത്ത ഹാളിൽ എം മുകുന്ദൻ തൊട്ട് മുൻപ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിങ്ങൾ എന്ന നോവലിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്
പുസ്തകരചന, നോവൽ രചന എന്ന് പറയുന്നത് ഗർഭധാരണം പോലെയാണെന്നാണ്. നിങ്ങൾ എന്ന നോവലിൽ ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രത്തെ കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ സുരേഷ് കുമാറിൻ്റെ ഈ പുസ്തകം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ സ്വാഭാവികമായും ഭൂട്ടാനിനെ അദ്ദേഹം ഉൾക്കൊണ്ടിരിക്കുകയാണ്. ഭൂട്ടാനിനെ എങ്ങനെ ഉൾക്കൊണ്ടിരിക്കുന്നത്? അതിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഭാഷ ഉൾക്കൊണ്ടിരിക്കുന്നു, അവിടുത്തെ വിദ്യാഭ്യാസം ഉൾക്കൊണ്ടിരിക്കുന്നു, അവിടുത്തെ ഭൂപ്രകൃതി ഉൾക്കൊണ്ടിരിക്കുന്നു, അവിടുത്തെ പരിസ്ഥിതി ഉൾക്കൊണ്ടിരിക്കുന്നു, അവിടുത്തെ പുഴകളെ ഉൾക്കൊണ്ടിരിക്കുന്നു, നദികളെ ഉൾക്കൊണ്ടിരിക്കുന്നു, ശബ്ദങ്ങൾ കേൾക്കുന്നു, മഴ കേൾക്കുന്നു, മഴ കാണുന്നു, മണം കേൾക്കുന്നു, രുചിച്ചു നോക്കുന്നു. അങ്ങനെയാണ്. അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയ സ്പീക്കർ പറഞ്ഞു, ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഭൂട്ടാൻ സന്ദർശിക്കുന്ന പോലെ തോന്നുമെന്നാണ് അത് സ്പീക്കർ പറഞ്ഞത്. ശരിയാണ്, അത് വളരെ ശരിയാണ്. ഒരുപക്ഷെ നമ്മൾ വായിക്കുന്ന ഒരാൾ അതിൽ പരകായ പ്രവേശം ചെയ്ത് ഈ പുസ്തകം നമ്മൾ അതിലൂടെ യാത്ര ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാം ഒരു വളരെ രസകരമായി അവിടുത്തെ ഭാഷ, അവിടുത്തെ ആഹാര രീതി, അവിടെ സുലഭമായി കിട്ടുന്ന നാടൻ മദ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ ലഭ്യമാകുന്നു. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് കടന്നാൽ വളരെ വേഗത്തിലങ്ങ് പറഞ്ഞു തീർക്കും. നമ്മുടെ സമയപരിധി തന്നെ തീർക്കും. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു യാത്രാവിവരണം എന്നതിൽ നിന്നും ഒരു സാഹിത്യകൃതിയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വായനാസുഖം പകരുന്നതിലേക്ക് ഇത് മാറിയിരിക്കുന്നു. അതിൽ തന്നെ ഒരു അധ്യായം മലമുകളിലെ മഴക്കാലം എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട് ഈ പുസ്തകത്തിൽ. ഒരുപക്ഷെ അത് വായിക്കാൻ ശ്രമിച്ചാൽ മഴയുടെ സംഗീതം, പുഴയുടെ സംഗീതം, പുഴ ഒഴുകുന്നതിൻ്റെ സംഗീതം, കാറ്റിൻ്റെ സംഗീതം, മരങ്ങളുടെ സംഗീതം, ഇല പൊഴിയുന്നതിൻ്റെ സംഗീതം, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതിമനോഹരമാണ്. മഴ വേദനിക്കാതെ പെയ്തു എന്നതിലൊരു വാചകമുണ്ട്. ഇപ്പം ഞാൻ ആലോചിച്ച് മഴ എങ്ങനെയാണ് വേദനിക്കാതെ പെയ്യുന്നത്? മഴ വേദനിപ്പിക്കാതെ പെയ്തു, മഴ നൂൽപ്പഴ പോലെ പെയ്തു, മഴ ശബ്ദം ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ പ്രകൃതിയെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച്, അവിടുത്തെ ജീവിത രീതിയെ നിരീക്ഷിച്ച്, സംസ്കാരത്തെ നിരീക്ഷിച്ച്, വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നിരീക്ഷിച്ച് അത്തരത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ചുരുക്കത്തിൽ ഇത് നമ്മളൊരർത്ഥത്തിൽ നമ്മുടെ രഘുനാഥൻ പറളി പറഞ്ഞതുപോലെ ഒരു യാത്രാവിവരണമാണോ അതല്ല യാത്രാവിവരണത്തിന് അപ്പുറത്തേക്ക് മാറി നിന്നുകൊണ്ടുള്ള ഒരു പുസ്തകമാണോ എന്ന് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അത് മനസ്സിലാവും. കാരണം ഇത് പഠനങ്ങളാണ്. ഡോക്ടർ സുരേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ യാത്രകൾ എല്ലാം തന്നെ പഠനങ്ങളാണ്, നിരീക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ കാഴ്ചകളാണ്, അല്ലെങ്കിൽ കേൾവികളാണ്. ഇങ്ങനെ ഓരോന്നായിട്ട് അതിലേക്ക് പകർന്നു വരുന്നു, അല്ലെങ്കിൽ എഴുതി വച്ചിരിക്കുന്നു എന്നതാണ് ആ പുസ്തകം നമ്മളെ അതിലേക്ക് അടുപ്പിക്കുമ്പോൾ, വായിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം അതിനകത്തൊരു അധ്യാപകനായിരുന്നു പറയുന്നുണ്ട്. നിസ്സാര ശമ്പളമൊന്നുമല്ല. 1985-87 അവിടെ ജോലി കിട്ടി പോകുമ്പോൾ ഇവിടുത്തെ ചീഫ് സെക്രട്ടറിക്ക് കിട്ടുന്ന ശമ്പളമാണ് അവിടെ കിട്ടി. 1800 രൂപയായിരുന്നു പ്രതിമാസ ശമ്പളം. അന്ന് ഇവിടെ ഒരു തഹസീൽദാരുടെ ശമ്പളം 700 രൂപയായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഒരു തഹസീൽദാരുടെ ശമ്പളം അന്ന് 700 രൂപയുള്ള സമയത്താണ് ഭൂട്ടാനിൽ 1800 രൂപയ്ക്കാണ് ജോലി ചെയ്തത്. അങ്ങനെയാണ് 3 വർഷം അവിടെ തുടർന്നു പോയത്. ആ പുസ്തകത്തിൽ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ എൻ്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ച ഒരു പ്രയോഗമുണ്ട്. അത് മറ്റൊന്നുമല്ല, സുരേഷ് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളെ അന്യദേശത്തെ, മറ്റൊരു സംസ്കാരത്തിൽ ഉൾപ്പെടുന്ന മറ്റൊരു രാജ്യത്തെ, അദ്ദേഹത്തിന് ഒരു ബന്ധവും പോലും ഇല്ലാത്ത ഒരു പ്രദേശത്തെ കുട്ടികളെ അദ്ദേഹം സദാ വിളിച്ചുകൊണ്ടിരുന്നത് മക്കളെ എന്നാണ്. ഒരാൾക്ക് അദ്ദേഹം പഠിപ്പിക്കുന്ന കുട്ടികളെ മക്കളെ എന്ന് സ്നേഹത്തോടെ വിളിച്ച് ചേർത്ത് നിർത്താൻ, കരവലയത്തിലേക്ക് ഒതുക്കി നിർത്താൻ, അല്ലെങ്കിൽ സ്വന്തം മക്കളെ പോലെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു അധ്യാപകൻ്റെ പൂർണ്ണമായ വിജയമാണെന്ന് കരുതുന്ന ആളാണ് ഞാൻ. ഈ പുസ്തകത്തിൻ്റെ ഉള്ളറകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ അവതാരക എഴുതിയ അദ്ദേഹം പറഞ്ഞതുപോലെ ഭൂട്ടാൻ്റെ സമസ്ത കാര്യങ്ങളും, അതിൻ്റെ സാംസ്കാരികമായിക്കോട്ടെ മതപരമായ കാര്യമായിക്കോട്ടെ, ഭൂട്ടാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഭൂട്ടാൻ ഒരു ചെറിയ പ്രദേശമാണ്, ഭൂപ്രദേശമാണ്. ഇന്ത്യയുടെ സഹായം കൊണ്ട് നടന്നു പോകുന്നൊരു രാജ്യമാണ്. ജനാധിപത്യം മാത്രമായിട്ടുള്ള രാജ്യമാണ്. അതിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത്, ഭരണ സംവിധാനത്തിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് തന്നെ അവർ വളരെ സന്തോഷകരമായി ജീവിക്കുന്നൊരു സാമൂഹിക ക്രമമാണ് പടുത്തുയർത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു രാജ്യത്ത് താമസിച്ചുകൊണ്ടാണ് ഈ പുസ്തകരചന നടത്തിയിട്ടുള്ളത്. ഞാനിതിന് ഒരുപാട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല.
ആ പുസ്തകം നിർബന്ധമായും വായിക്കണമെന്ന് തന്നെയാണ്. ഈ 3 പുസ്തകങ്ങളും വളരെ മനോഹരമായ പുസ്തകങ്ങളാണ്. ഡോക്ടർ സുരേഷ് കുമാർ യാത്ര അവസാനിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ യൂറോപ്യൻ യാത്ര കഴിഞ്ഞു വന്ന പുസ്തകം ഉടനെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ചൈനയിലേക്ക് പോയ പുസ്തകം വേറെ വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, മാതൃഭൂമി ബുക്സ് അടുത്ത ഫെബ്രുവരിയിൽ അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിൽ നടത്തിയ മറ്റൊരു യാത്രാ വിവരണവും വരുന്നുണ്ട്. ഇങ്ങനെ തുടരെ ഓരോ പുസ്തകങ്ങൾ വരുന്നുണ്ട്. അത് ഈ കൂട്ടത്തിൽ പരാമർശിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പുസ്തകം ധൈര്യപൂർവ്വം പൈസ മുടക്കി ആർക്കും അതിന് പണം മുടക്കി വാങ്ങി വായിച്ചാൽ ഒരിക്കലും ഇത് നഷ്ടമായി പോയി എന്നൊരു തോന്നലുണ്ടാവില്ല എന്നാണ് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം വായിക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഇത് വളരെ മനോഹരമാണ്. നേരത്തെ വന്നിട്ടുള്ള ഈ പൈൻ മരങ്ങളുടെ ധ്യാനവും 4 ഭൂട്ടാൻ യാത്രകളും വായിച്ചിട്ട് നിരവധി പേര് പറഞ്ഞ അഭിപ്രായം അവരൊക്കെ തന്നെ ഭൂട്ടാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നെന്നും ഭൂട്ടാനിലെ ദേശീയ മദ്യമായ അറ എന്ന മദ്യം യഥേഷ്ടം കഴിക്കുന്നതായിട്ട് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എഴുത്തുകാരൻ മാത്രമല്ല, അവിടെയുള്ള സകല ആൾക്കാർ. അപ്പോൾ അവിടേക്ക് പോകണമെന്നും അവിടുത്തെ കറികൾ സുജ, യമദാച്ചി തുടങ്ങിയിട്ടുള്ള അവിടുത്തെ ഭക്ഷണങ്ങൾ കഴിക്കണമെന്നും അവിടുത്തെ ഭൂപ്രകൃതി കാണണമെന്നും ആ ഹിമാലയൻ മലനിരകൾ കാണണമെന്നുമൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു വായനാനുഭവം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ സമയപരിധി വളരെ കുറവാണ്. ഡോക്ടർ എൻ സുരേഷ് കുമാറിന്, അദ്ദേഹത്തിനും ഈ പുസ്തകത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തും ശക്തി പ്രാപിക്കട്ടെ എന്നും കൂടുതൽ പുസ്തകങ്ങൾ ഇതേ വേദിയിൽ തന്നെ പ്രകാശനം ചെയ്യട്ടെ എന്നും. ഒപ്പം ഒരു കാര്യം കൂടിയുണ്ട്, ഞാൻ ഈ പുസ്തകം റിസീവ് ചെയ്തത് ഒരു നിയോഗം പോലെ വന്നു ചേർന്നതാണ്. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ കുന്നത്തൂർ അസംബ്ലി നിയോജക മണ്ഡലം MLA ശ്രീ കോവൂർ കുഞ്ഞുമോനായിരുന്നു പുസ്തകം റിസീവ് ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് വരാൻ പറ്റാതെ പോയത്. ആ ഒഴിവിലാണ് എനിക്ക് പുസ്തകം കൈപ്പറ്റാൻ സാഹചര്യമുണ്ടായത് എന്ന് മാത്രമല്ല, അത് വലിയ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷം തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട സ്പീക്കറുടെ കയ്യിൽ നിന്നും എനിക്കൊരു പുസ്തകം റിസീവ് ചെയ്യാൻ കഴിയുക, അതും എൻ്റെ പ്രിയ സ്നേഹിതൻ ഡോക്ടർ സുരേഷ് കുമാർ എഴുതിയ പുസ്തകം സ്വീകരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മുഹൂർത്തങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ 4 ഭൂട്ടാൻ യാത്രകൾ എന്ന് പറയുന്ന പുസ്തകവും അപ്പോഴും സ്വീകരിച്ചത് ഞാനായിരുന്നു. അങ്ങനെ ഒരു സന്ദർഭം കൂടി അതിനിടയ്ക്ക് വന്നുപെട്ടു. ഏതായാലും തന്നെയും എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് ഡോക്ടർ MB രാധാമണി അവർകളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഒരു പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ എല്ലാ ആനന്ദത്തോടും സന്തോഷത്തോടും കൂടിയാണ് നമ്മളെല്ലാവരും. സാംദേഗാങ് സ്മരണകൾ എന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ പറഞ്ഞതുപോലെ, ജയേഷൻ സാർ പറഞ്ഞതുപോലെ, വെറും ഒരു യാത്രാ വിവരണ ഗ്രന്ഥമല്ല. അത് ഒരു ആത്മകഥയാണോ, ഒരു ആഖ്യാനമാണോ, അതേ വെറും യാത്രാ വിവരണമാണോ എന്നറിയണമെങ്കിൽ ആ പുസ്തകം നമ്മൾ കൃത്യമായി വായിക്കണം. പുസ്തകം OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ചില സ്മരണകളാണ് എന്നിലുണ്ടാക്കിയത്. ഏകാന്തമായി സ്വന്തം ഭാഷ ഒന്നുച്ചരിക്കാൻ പോലും ആരുമില്ലാത്ത ഒരു ഏകാന്ത തടവിൽ ഒരു അധ്യാപകൻ എങ്ങനെയാണ് ഒരു കൂട്ടം പ്രദേശികളെ കൈകാര്യം ചെയ്തത്, സ്നേഹത്തിനടിമയാക്കിയത് എന്ന് ഒഴുകുന്ന ഭാഷയിൽ പറഞ്ഞു പോകുന്ന ഒരു കൃതിയാണിത്. അതിർവരമ്പുകൾക്കുള്ളിൽ തളച്ചിടാൻ കഴിയുന്ന ഒരു സാഹിത്യ കൃതിയല്ല ഇത്. 2, അദ്ദേഹത്തിൻ്റെ കൃതികളിലുടനീളം സുരേഷ് സാറിനെ അടുത്തറിയാവുന്നവർക്കറിയാം, സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞില്ലെങ്കിൽ അത് നമ്മൾ ഒന്നുകൂടി നോക്കണം സുരേഷ് സാർ അല്ലേ എന്ന്. പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു, ഭൂട്ടാനിൽ ഞാൻ മല കയറി വന്നപ്പോൾ ഒരു കൊടുങ്കാറ്റടിച്ചു, ഞാൻ പറന്നു പോകുമോ എന്ന് ഞാൻ ഒന്നുകൂടി ആലോചിച്ചു. അപ്പോൾ നമുക്കറിയാം സുരേഷ് സാറിൻ്റെ പ്രകൃതമനുസരിച്ച് വളരെ കൃത്യമായി, സത്യസന്ധമായി, ആത്മാർത്ഥമായി ഈ ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ കൃതിയിലുടനീളമുണ്ട്. രണ്ടാമത്, അത്യാവശ്യം ഇംഗ്ലീഷ് പറയാൻ ശീലിച്ച അദ്ദേഹം ഒരു ഭാഷ ഇംഗ്ലീഷ് മാത്രം വശമുള്ള ഭൂട്ടാനിലേക്ക് എത്തപ്പെടുമ്പോൾ സ്കൂൾ മുറ്റത്ത് ചാണകം കിടക്കുകയായിരുന്നു. അദ്ദേഹം തലപുകഞ്ഞ് ആലോചിച്ചു, ഈ ചാണകത്തിന് ഞാൻ എന്ത് പേരിടും? വളരെ തന്ത്രപൂർവ്വം അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു, വാട്ട് ഈസ് ദിസ്? അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി, സാറ് ഇവിടെയൊന്നും വന്നിട്ടില്ലല്ലോ, ഇതെന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ലല്ലോ. ഇങ്ങനെ രസകരമായ എന്നാൽ ഹൃദയാവർജകമായ
ഒരു പറഞ്ഞു പോകലാണ് ഈ കൃതിയിലുടനീളമുള്ളത്. ഇതിലേറ്റവും കൂടുതൽ നമ്മൾ ആൻറ്റി ഹീറോ എന്ന് പറയാവുന്നത് ആ സ്കൂളിലെ തന്നെ ഹെഡ് മാസ്റ്ററായ ദോർജിയാണ്. അപ്പോൾ ദോർജി വളരെ പറഞ്ഞാൽ BEd കഴിഞ്ഞ് അധ്യാപന സിദ്ധാന്തം മുഴുവനും കാണാപ്പാഠമാക്കി അത് ഭൂട്ടാനിൽ നടപ്പിലാക്കാമെന്ന് വിചാരിച്ചു പോയ സുരേഷ് സാറിന് താത്വികമായി ഒരു പ്രതിയോഗിയായിരുന്നു. പക്ഷേ അനുഭവത്തിലൂടെ സുരേഷ് സാർ കുറേ കാലം കഴിഞ്ഞിട്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, താത്വികമായി പ്രതിയോഗിയല്ല. അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം കുറേയേറെ കുട്ടികളെ ക്ലാസ് കയറ്റം നൽകിയപ്പോൾ എന്നിലെ മനസാക്ഷിയായ അധ്യാപകൻ ഒന്ന് വിറങ്ങലിച്ചെങ്കിൽ പോലും തൊട്ടടുത്ത ക്ലാസ്സിൽ അവരുടെ പാണ്ഡിത്യം കണ്ടപ്പോൾ, അവരുടെ വിഭവം കണ്ടപ്പോൾ, അവരുടെ പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ദോർജി ശരിയായ അധ്യാപകൻ തന്നെയാണ്. വളരെ മയമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും വളരെ സ്നേഹമായി കൈകാര്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തേണ്ടപ്പോൾ ആ വാക്കുകൾ ഉപയോഗിക്കാനും ഒട്ടും മടി കാണിക്കാത്ത ദോർജിയുടെ മകൻ്റെ, രണ്ടാമത്തെ മകൻ്റെ ഒരു മരണച്ചടങ്ങിൽ ഒരു അധ്യാപകൻ്റെ ഹൃദയഭേദകമായ സന്ദർഭം സുരേഷ് സാർ വർണ്ണിക്കുന്നുണ്ട് ആ പുസ്തകത്തിൽ. അദ്ദേഹം വാഗ്ദാനം ചെയ്ത ഒരു വലിയ സമ്മാനം കൈമാറാൻ അവസരമില്ലാതെ വിഷമിച്ചിരിക്കുന്ന അദ്ദേഹത്തെ ലാമ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പരിചയമുള്ള ഒരു പേരാണ്. ലാമ എന്നത്തെ അവിടുത്തെ ബുദ്ധാചാര്യൻ അദ്ദേഹത്തിന് അനുവദിക്കുകയും മുട്ടായി കഷ്ണങ്ങളുമായി, മുട്ടായിയുടെ വലിയ പാക്കറ്റുമായി അദ്ദേഹം ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് മുഴുവൻ ആളുകളെയും കണ്ണ് നനയിക്കുന്ന ഒരു അവസരമുണ്ടാക്കുകയും ചെയ്തു. ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് സുരേഷ് സാർ അവിടെ എത്രമാത്രം വിജയിച്ചു എന്ന് പറയുന്നതിന് ഇതിലേറെ ഉദാഹരണങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. നിയമസഭാ പുസ്തക പ്രകാശനത്തിൽ സമയ പരിമിതി എനിക്ക് കൃത്യമായിട്ടറിയാം. കുറേ കാലം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് ഓഫീസറായിരുന്നത് കൊണ്ട് ഞാനതിനെ മാനിക്കുന്നു. സാറിന് ഇനിയും ഏറെ പുസ്തകങ്ങൾ എഴുതാനുള്ള അവസരമുണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായി മറുവാക്ക് പറയുന്നതിന് ഗ്രന്ഥകാരനായ ഡോക്ടർ എൻ സുരേഷ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഇവിടെ ഈ പുസ്തകം ഈ മൂലയ്ക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതുമാണ് എന്നും കൂടി പറയാം. വളരെ എൻ്റെ ഈ 85, 86, 87 കാലഘട്ടത്തിലുള്ള ഒരു അധ്യാപക ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ കേന്ദ്രീകരിച്ച് ഞാൻ എഴുതിയ പുസ്തകത്തെക്കുറിച്ച് എത്രയോ മഹത്തരമായ വാക്കുകളാണ് ബഹുമാനപ്പെട്ട സ്പീക്കറും ശ്രീ പ്രസിദ്ധ നിരൂപകൻ രഘുനാഥ് പറളിയും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡി പ്രശാന്തും ഡോക്ടർ രാധാമണിയും എല്ലാവരും അസിസ്റ്റൻ്റ് ഡയറക്ടർ ജയകൃഷ്ണനും ഒക്കെ പറഞ്ഞത്. അതിനപ്പുറത്ത് അതിനെക്കുറിച്ചുള്ള വാദങ്ങളൊന്നുമില്ല. നിങ്ങളെല്ലാം ഒരു പുസ്തകം വാങ്ങി വായിച്ച് ബോധ്യപ്പെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ണും കാതും എത്താത്തതെന്ന് നമ്മൾ പറയുന്ന പോലെയുള്ള ഒരു കാലത്ത് ഇവിടെ എങ്ങും അല്ലാതെ ഒരു കത്തയച്ചാൽ 14 ദിവസം അവിടെ കിട്ടാൻ, എനിക്ക് ജോലി ഇവിടെ PSC കിട്ടിയെന്ന് പറഞ്ഞുള്ള എക്സ്പ്രസ് ടെലഗ്രാമിൻ്റെ അച്ഛൻ അടിച്ചത് എനിക്ക് കിട്ടുന്നത് 11ാമത്തെ ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് യാതൊരു കമ്മ്യൂണിക്കേഷനും പത്രങ്ങളോ ഒന്നുമില്ലാത്ത സ്ഥലത്ത് സെക്ലൂഡഡായി നമ്മുടെ ഒരു ഏകാന്തതയിൽ മലയാള ഭാഷ ആരെങ്കിലും ഒന്ന് പറയുന്നത് കേൾക്കാൻ ആഴ്ചകൾ, മാസങ്ങൾ ആരെങ്കിലും ഒരു മലയാളം പറയുന്നത് കേൾക്കാൻ കാത്തിരുന്ന ഒരു 21 വയസ്സുള്ള കാലത്തെ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു ഭ്രമാത്മകവും ഭീതിനിഷ്ഠവുമായ ഒരു കാലമായിരുന്നു. പിന്നെ മൊണാർക്കി, അബ്സല്യൂട്ട് മൊണാർക്കി, ജനാധിപത്യത്തിൻ്റെ സ്വാതന്ത്ര്യം, ജനാധിപത്യത്തിൻ്റെ മഹത്വമൊക്കെ ഞാൻ പഠിക്കുന്നത് അബ്സല്യൂട്ട് മൊണാർക്കിയിൽ ജീവിക്കുമ്പോഴാണ്. പോളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പുറത്താക്കുന്ന തരത്തിലുള്ള പോളിറ്റിക്സ് എന്ന് പറഞ്ഞുകൂടാത്ത ഒരു അബ്സല്യൂട്ട്, അവിടെ ജനാധിപത്യമായി 2008. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ജീവിക്കുമ്പോൾ കുട്ടികളെല്ലാം താമസിച്ച് പഠിക്കുന്നു. സ്ഥലത്തിൻ്റെ അകലവളക്കുന്നത് നടത്തുകയാണ്. എൻ്റെ സ്കൂളിൽ 14 ദിവസം നടന്നു പോകേണ്ട സ്ഥലത്ത്, നടന്ന് മാത്രം പോകേണ്ട സ്ഥലത്തുനിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് താമസിച്ച് അവരോടൊപ്പം ജീവിച്ച് 24 മണിക്കൂറും കുട്ടികളോട് ഇടപഴകി അവരെ പഠിപ്പിച്ച് അവരുടെ ക്യാരക്ടർ ബിൽഡിങ്, അവരുടെ വികസനം തുടങ്ങിയ കാര്യങ്ങളിൽ അന്ന് എനിക്കൊരു 3 വർഷം അവിടെ ചെലവഴിക്കാനുണ്ടായ അവസരമാണ് ഒരുപക്ഷെ ജീവിതത്തിൽ മറ്റെല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന അതിഭയങ്കരമായ ഊർജ്ജമായി മാറിയെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വളരെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, ഡയറ്റിലുള്ളവർ, എൻ്റെ കൂടെ പഠിച്ച ഡിഗ്രിക്ക് പഠിച്ചവർ, എൻ്റെ വളരെ ഉൽപ്പതിഷ്ണുക്കളായ ഒരുപാട് സുഹൃത്തുക്കളും എല്ലാവരും ഇപ്പോൾ ഉണ്ട്. പേരെല്ലാവരുടെയും എടുത്ത് പറയേണ്ടതാണ്, പക്ഷേ ആരെയും മെൻഷൻ ചെയ്യാൻ കഴിയില്ലല്ലോ.
എന്നുള്ളതുകൊണ്ട് അവരുടെ എല്ലാ മുഖത്ത് നോക്കി ഞാൻ വളരെയധികം വിനയാന്യതനാകുന്നു. ഞാൻ എഴുതുമ്പോൾ ഇതൊരു പുസ്തകമാകുമെന്നോ ഇതിങ്ങനെയായിത്തീരുമൊന്നുമല്ല, അപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ എഴുത്തെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. പിന്നെ ശ്രീ പ്രശാന്തിന് പ്രത്യേകമായ ഒരു പക്ഷേ ഈ പുസ്തകം എഴുതുന്നതിലും ഇത് എഡിറ്റ് ചെയ്യുന്നതിലും കൂടെ എന്നോട് വടിയോടുകൂടി നിന്നൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എക്കാലവും എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രത്യേകമായ ഒരു കടപ്പാട് എനിക്ക് പ്രശാന്തിനോടുണ്ട്. അതുപോലെ രഘുനാഥ് പറളി, ഞങ്ങൾ വളരെയധികം അടുത്ത സുഹൃത്തുക്കൾ. അവിടെ പാഠപുസ്തക ശില്പശാലയിലും മറ്റു SCRT, ഞാൻ SCRT ഉള്ളപ്പോൾ ഉള്ള സഹപ്രവർത്തകൻ എന്നുള്ള നിലയിലൊക്കെ അങ്ങനെ ബഹുമാന്യ ഷംസീർ സാറ് വളരെ തിരക്ക് പിടിച്ച ചില ഷെഡ്യൂൾ അവഗണിച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് ഇത് ചെയ്തത്. ജയകൃഷ്ണ സാറും അങ്ങനെയുള്ള എല്ലാവർക്കും കടപ്പാടുണ്ട്. നന്ദി പറയാൻ വേറെ ആളുണ്ട്. വളരെയധികം വിനയത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ ഈ പുസ്തകം സമർപ്പിക്കുന്നു. സന്തോഷം. വന്നവരെ എല്ലാവരെയും ഹൃദയംഗമായി ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നന്ദി ഔദ്യോഗികമായി അറിയിക്കുന്നതിനായി റിസർച്ച് ഓഫീസറായ ശ്രീമതി അമ്പിളി TK ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച് ഡോക്ടർ N. സുരേഷ് കുമാർ എഴുതിയ സാന്ദേഗാങ് സ്മരണകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഇന്നിവിടെ നിർവഹിച്ച കേരള നിയമസഭ സ്പീക്കർ ബഹുമാന്യായ അഡ്വക്കേറ്റ് AN ഷംസീർ അവറുകൾക്ക് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങിയ ബഹുമാന്യ D. പ്രശാന്ത് അവറുകൾക്കും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്ന കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഡോക്ടർ N. ജയകൃഷ്ണന് സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. മനോഹരമായി ഈ പുസ്തകം പരിചയം നിർവഹിച്ച എഴുത്തുകാരൻ രഘുനാഥ് പർലിക്ക് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച രാധാമണി ടീച്ചർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ പുസ്തകത്തിൻ്റെ രചയിതാവായ ഡോക്ടർ N. സുരേഷ് കുമാർ അവർക്കും സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പുസ്തകത്തിൻ്റെ എഡിറ്ററായ ശ്രീമതി ദീപ്തി KR, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഓഫീസറായ ദീപ്തിക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഈ ചടങ്ങിൽ സംബന്ധിച്ച എല്ലാവർക്കും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിലുള്ള സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.